നാസർ, ഇപ്പോൾ ഇത്രയും അധികം ആളുകൾ നമ്മളോട് സംസാരിച്ചപ്പോൾ അവരെല്ലാവരും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നുള്ള കാര്യം തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത്. ജനഹിതം അത്തരത്തിലാണ് എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ മനസ്സ്, നാസറിന്റെ മനസ്സ് ആർക്കൊപ്പമാണ്? എന്തും ജനങ്ങൾക്കൊപ്പമാണ്. വി.ഡി. സതീശനൊപ്പം. വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരണം. അദ്ദേഹമാണ് പണിയെടുത്തവൻ തലപ്പത്ത് വരണം. അല്ലാതെ എവിടുന്നെങ്കിലും എന്തും പാർട്ടിക്ക് വേണ്ടിയും ചെയ്യാതെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വെറുതെ ഒരു പേര് ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതി ശരിയല്ല. അദ്ദേഹം ടീം UDF ഉണ്ടാക്കി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പാർട്ടിയെ ഈ രീതിയിൽ എത്തിക്കാൻ. അപ്പൊ അദ്ദേഹം ആവണം എന്നാണ് എന്റെയും ആഗ്രഹം. ഹൈക്കമാൻഡ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് തോന്നുന്നുണ്ടോ? ഹൈക്കമാൻഡിന്റെ നിലപാട് ശരിയല്ല. ഈ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴി ഒരുക്കാൻ പാടില്ലായിരുന്നു. ഇത്രയും 102 സീറ്റ് കോൺഗ്രസിന് തന്നിട്ട് അതിന്റെ എന്താ പറയാ ആഘോഷം കൂടി ഞങ്ങൾക്ക് ഇവിടെ മലപ്പുറം ജില്ലയിൽ ഇല്ലാതെ പോയി. ഞങ്ങളൊക്കെ കോൺഗ്രസ് പ്രവാസ ലോകത്തുനിന്ന് വന്നിക്കാണ്ട് ഈ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യാനും വന്ന് ആഘോഷ പരിപാടിയും പങ്കെടുക്കാൻ വന്ന ഞങ്ങളെ പോലത്തെ ആൾക്കാരെ പറ്റ സങ്കടത്തിലാക്കി നമ്മളെ കോൺഗ്രസിന്റെ നേതൃത്വം. ശരി, നാസർ കൊണ്ടോട്ടിയിൽ നിന്നുമാണ് പ്രതികരിച്ചത്. ഇനി കണ്ണൂരിൽ നിന്നും പ്രമോദ് ചേരുകയാണ്. പ്രമോദിന്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഇപ്പോൾ കണ്ണൂരിൽ നിന്നും ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് കെ സുധാകരൻ അടക്കം വി.ഡി. സതീശനെതിരെയാണ്. അപ്പോൾ പ്രമോദിന് ആര് മുഖ്യമന്ത്രിയാവണം എന്നാണ് ആഗ്രഹം? വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവണം. എന്തുകൊണ്ടാണ്? വി.ഡി. സതീശൻ എന്തുകൊണ്ടാണെന്ന് 10 വർഷമായി വി.ഡി. സതീശൻ ഇപ്പൊ കഴിഞ്ഞ 5 വർഷമായി കോൺഗ്രസ് ഒന്നുമില്ല. ഞങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്തിലൊന്നും കോൺഗ്രസ്സുകാർ പ്രവർത്തനരഹിതമായി എടുക്കുന്നതാണ് കോൺഗ്രസ്സുകാരെ ഉയർത്തിക്കൊണ്ടുവന്നതിന് വി.ഡി. സതീശന്റെ കഴിവുണ്ടാകും. അതുകൊണ്ട് തന്നെ എന്തായാലും അദ്ദേഹം തന്നെ ആയിരിക്കണം അടുത്ത 5 കൊല്ലം. ഒരുപാട് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ അതെല്ലാം പ്രാബല്യത്തിൽ വരണമെങ്കിൽ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാവണം കേരളത്തിന്റെ. ഈ കണ്ണൂർ കെ.സി. വേണുഗോപാലിന്റെ ജന്മനാടും കണ്ണൂരാണ്. അവിടെ നിന്നും ഉള്ള ആളാണ്. എന്നിട്ട് പോലും കെ.സി. വേണ്ട, വി.ഡി. വരണം മുഖ്യമന്ത്രിയായിട്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കെ.സിയുടെ അടുത്ത താമസക്കാരൻ തന്നെ. കടന്നപ്പള്ളി കുഞ്ഞുമംഗലം അടുത്തടുത്തുള്ള പഞ്ചായത്താണ്. പക്ഷെ എന്നിരുന്നാലും കെ.സി അല്ല. കെ.സിക്ക് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം MLA സ്ഥാനത്തേക്ക് മത്സരിക്കാമായിരുന്നു. ഇപ്പോൾ MLA സ്ഥാനത്ത് മത്സരിക്കാത്ത ഒരാൾ പെട്ടെന്ന് നൂൽ കെട്ടി ഇറക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു കണ്ണൂരിൽ നിന്നായതുകൊണ്ട് ഒരു ചോദ്യം കൂടി, അതായത് കെ.സി. ഇപ്പോൾ കണ്ണൂരിൽ എവിടെങ്കിലും വന്ന് മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ? ഒരു സ്ഥലത്തുനിന്ന് പോലും അദ്ദേഹം മത്സരിച്ചാൽ വിജയിക്കാൻ ഒരു സാധ്യതയില്ല. നിങ്ങൾക്കറിയാലോ, പയ്യന്നൂർ തലപ്പുറമുകളിൽ പാർട്ടിയുടെ കോട്ടകളിൽ അവരെ തോൽപ്പിക്കുന്നെടുക്കുക എല്ലാവർക്കും തോൽവി ഉറപ്പാണ്. ആർക്കും ഇന്ന സ്ഥലം കുത്തകയില്ല. ജനങ്ങളാണ് തീരുമാനിക്കുന്ന ആരാണ് എവിടെ ജയിക്കണമെന്നില്ലേ. അപ്പൊ എന്തായാലും അദ്ദേഹം തോൽപ്പിച്ചിരിക്കും. 100% ഉറപ്പാണത്. ശരി, ഓക്കെ. ഇനി വയനാട്ടിൽ നിന്നും അക്ബർ ചേരുന്നുണ്ട്. അക്ബർ വയനാട്ടിൽ നിന്നുമാണ്. അപ്പോൾ വയനാടുകാരുടെ മനസ്സൊക്കെ ആർക്കൊപ്പമാണ് എന്നാണ് അക്ബറിന് തോന്നുന്നത്? വി.ഡി. മുഖ്യമന്ത്രിയാകണോ അതോ RC ആവണോ, കെ.സി. ആവണോ? എന്താണ് താങ്കളുടെ മനസ്സിലുള്ളത്? വി.ഡി. സതീശൻ സാർ ആവണം മുഖ്യമന്ത്രി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? 10 വർഷം ഊന്നുവടിയിൽ നടന്ന കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച വി.ഡി. സതീശൻ സാറാണ്. അന്ന് ഈ പറയുന്ന നേതാക്കന്മാരുണ്ടായിട്ടില്ല. പിന്നെ പ്രവചിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് തന്റെ അടുത്തോടെ പറഞ്ഞാണ്. വനവാസത്തിന് വരെ പോകുന്ന വെല്ലുവിളിച്ച ഒരാളാണ് വി.ഡി. സതീശൻ സാറ്. ഇതുവരെ ഒരു നേതാവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത്രയും പണിയെടുത്ത ആള് നേതൃത്വ മുന്നിൽ വരട്ടെ എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. അപ്പോൾ ഈ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ കെ.സി. വേണുഗോപാലോ ഒക്കെ അവര് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ജനം അത് അംഗീകരിക്കില്ല എന്നാണോ പറയുന്നത്? അതെ. കെ.സി. വേണുഗോപാൽ ആയി കഴിഞ്ഞാൽ ഇനി ഒരു MP സ്ഥാനം രാജിവെച്ച് MLA ആയിട്ട് മത്സരിക്കണം. അത്രയും ജനങ്ങളെ പൈസകൾ ജനങ്ങളുടെയല്ലേ പോകുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ. ഒരു ആവേശം 10 വർഷം കഴിഞ്ഞിട്ട് ഒരു ഭരണം തിരിച്ചിട്ടിയതാ. അതിന്റെ ആവേശം കെടുത്തുന്ന ഒരു ഇതായിട്ടാണ് ഇപ്പൊ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വി.ഡി. സതീശൻ സാറ് വരണം എന്നുള്ളതാണ് നമ്മളൊരു അഭിപ്രായം. ശരി, ഓക്കെ. അക്ബർ, ഇപ്പോൾ ഹരിപ്പാട് നിന്നും സുവിൻ സുന്ദർ ചേരുന്നുണ്ട്. എന്തായാലും ഒരു ഹരിപ്പാടുകാരനെ കൂടി കിട്ടിയത് നന്നായി. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. അപ്പോൾ സുവിൻ, ആരാ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണം എന്നാണോ ആഗ്രഹം? തീർച്ചയായിട്ടും അല്ല. കാരണം കെ.സി. ആകുന്നതിനോടാണ് എനിക്ക് യോജിപ്പ്. കെ.സി. ആവണം എന്നാണ്? അതെ, തീർച്ചയായിട്ടും. ശരി, നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വി.ഡി. സതീശൻ അല്ലാതെ മറ്റൊരാളുടെ പേര് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ് പക്ഷെ കെ.സി. മുഖ്യമന്ത്രി ആവണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് പരാജയപ്പെട്ട നേതാവാണ്. പിന്നെ അത് കഴിഞ്ഞ് ഈ രമേശ് ചെന്നിത്തലയുടെ സ്ഥാനത്ത് ഒരുപക്ഷെ വി.ഡി. സതീശനെ കൊണ്ടുവന്നത് തന്നെ കെ.സി. ആണ്. അപ്പൊ കേരളത്തിലെ ഒരു നല്ല കാൻഡിഡേറ്റ് പിക്ചറും
സ്ട്രാറ്റജിയും ഒക്കെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട്, അനാലിസിസ് നടത്തിക്കൊണ്ട് വേണ്ട രീതിയിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടൽ നടത്തിയത് അദ്ദേഹമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ലീഡിംഗ് റോള് ഒരുപക്ഷെ വി ഡി സതീശന് മേളിൽ കെ സി വേണുഗോപാൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ലീഡറാണ് കെ സി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പോൾ നല്ല ലീഡറാണ്. പക്ഷേ ഒരു ആലപ്പുഴയിൽ അപ്പോൾ ഇങ്ങനെ ഈ ഒരു മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ആലപ്പുഴയിലെ പാർലമെന്റേറിയൻ സ്ഥാനമൊക്കെ കെ സി വേണുഗോപാലിന് രാജിവെക്കേണ്ടി വരും, ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ വരേണ്ടി വരും. അതൊന്നും കുഴപ്പമില്ലേ? അത് നമുക്ക് അതിനോട് തീർച്ചയായിട്ടും പല സാഹചര്യങ്ങളിലും അങ്ങനെയൊക്കെ എത്രയോ തവണ ഇവിടെ ഇതിനു മുമ്പും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി MP ആയിട്ട് പോയിട്ടുണ്ട്, അവിടെ MLA സ്ഥാനം രാജിവെച്ചിട്ട് MP ആയിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ആളുകളെ ഇറക്കി കോലാഹലങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടൊന്നും കാര്യമില്ല. വ്യക്തമായ ഭൂരിപക്ഷം കൂടെ വെക്കേണ്ട MLA 48 പേര് അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഒരാൾ പോലും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. പിന്നെയും വി ഡി സതീശനൊപ്പമാണ്. തെരുവിലും ആ ഒരു പ്രതിഷേധം കാണുന്നുണ്ട്. അപ്പൊ ഹരിപ്പാട് നിന്നും സുബിനാണ്. കൊല്ലത്ത് നിന്നും സിദ്ദിഖാണ് അടുത്തത്. സിദ്ദിഖിന് ആര് മുഖ്യമന്ത്രിയാകണം എന്നാണ് ആഗ്രഹം? എന്റെ അഭിപ്രായത്തില് ഈ മാറി വന്ന സാഹചര്യത്തില് കേരളം ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ സാറിനെയാണ് ആഗ്രഹിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കും കെ സി വേണുഗോപാലിനും അല്ലേ കുറച്ചും കൂടി ഒരു പ്രവർത്തന പരിചയമൊക്കെ ഉള്ളത്? അപ്പോൾ എന്തുകൊണ്ട് അവര് മുഖ്യമന്ത്രി ആയിക്കൂടെ? രമേശാണ് പ്രവൃത്തി പരിചയമുണ്ട്, വർഷങ്ങളുടെ പഴക്കമുണ്ട്, ഒക്കെ ആണെങ്കിലും ജനങ്ങളിലെ പൊതുവികാരം മുന്നണിയിൽ ഇപ്പൊ വന്നിട്ട് വി ഡി സതീശൻ സാറിന് അനുകൂലമായിട്ടാണ്. രണ്ടാമത്തെ കേസ് ഇനി ഒരു MP ഇലക്ഷൻ, MLA ഇലക്ഷൻ, 2 ഉപതെരഞ്ഞെടുപ്പുകളെ ജനം നേരിട്ടിട്ട് വേണം കെ സി വേണുഗോപാലിനെ സാറിനെ നമ്മൾ മുഖ്യമന്ത്രിയാക്കിയാൽ ഉള്ള ബുദ്ധിമുട്ട്. മാത്രമല്ല ഇത്രയും ഒരു ഇത് വന്നിട്ട് നമ്മുടെ നിയമസഭയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ഒരു വ്യക്തിക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു മാനക്കേട് തന്നെയാണ്. അത് പാർട്ടിക്ക് ക്ഷീണം തട്ടുന്ന രീതിയിലേക്ക് പിന്നീട് മാറില്ലെങ്കിൽ. ഈ കെ സി വേണുഗോപാലിനല്ലേ ഹൈക്കമാൻഡുമായിട്ടൊക്കെ കൂടുതൽ അടുപ്പമുള്ളത്? അപ്പോൾ അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ നാടിന് നല്ലതായിരിക്കും എന്നും കൂടി വിചാരിച്ചുകൂടെ? അങ്ങനെ പറയുമ്പോൾ കേരളത്തിലെ ഉള്ള ഹൈക്കമാൻഡുമായിട്ട് കൂടുതൽ ബന്ധമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അവരെല്ലാം പിടിച്ച് നമുക്ക് മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമോ? നമ്മുടെ സുരേഷ് ഉണ്ട്, അദ്ദേഹത്തെ നമുക്ക് ആക്കാൻ പറ്റുമോ? കൊടിക്കുന്ന് സുരേഷ്, അദ്ദേഹം MP ആണല്ലോ, ഹൈക്കമാൻഡായിട്ട് നല്ല ബന്ധമുണ്ട്, എന്ന് വെച്ചാൽ നമുക്കാക്കാൻ പറ്റില്ലല്ലോ. ശരി, കൊല്ലത്ത് നിന്നും സിദ്ദിഖിന്റെ പ്രതികരണമാണ്. ഇനി പടന്നയിൽ നിന്നും സിജി ആണ് ചേരുന്നത്. സിജിക്ക് ഈ 3 പേരുകളാണ് ഉയരുന്നത്. ഇവരിൽ ആര് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ കേരളത്തിൽ നല്ല ഭരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ? ആര് ഭരിച്ചാലും നല്ല രീതിയിൽ ഭരിച്ചാൽ മതി എന്നുള്ളൂ. ഒറ്റ മിനിറ്റ്. കാരണം വെച്ചാൽ ഞാൻ പടന്ന തൃക്കരിപ്പൂർ നിയോജകമണ്ഡലത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പം നല്ലൊരു രീതി, കാരണം വെച്ച് കഴിഞ്ഞാലേ ഇപ്പം കെ സി മറ്റേ ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചർച്ച വരുന്നുണ്ട്. നാട്ടുകാർ ഫുള്ള് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ചു. പക്ഷെ ഇതുപോലെ ചർച്ചയും കാര്യങ്ങളാക്കിയിട്ട് നാട്ടുകാരെ വോട്ടിങ്ങും കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ വന്നില്ലായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നല്ല രീതിയിൽ അവര് ഭരണത്തെ നല്ല രീതിയിൽ ചെയ്ത് പിണറായി വിജയൻ ചെയ്തതുപോലെ തന്നെ അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല. അടിയും പിടിയും കൂടാണ്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഈ ചർച്ചകളൊക്കെ നടത്തുന്നത് നല്ലതാണോ? ശരിക്കും പറഞ്ഞാൽ ഈ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. ഒരു കാര്യം കറക്റ്റ് പറയാം. കാരണം കഴിഞ്ഞാലേ നമ്മുടെ വി ഡി സതീശൻ പണ്ട് പടന്ന് എന്താ പറയാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കറക്റ്റ് പറഞ്ഞായിരുന്നു, ഇത്ര ജില്ല അങ്ങനെ കറക്റ്റ് കിട്ടുന്നു. അതുപോലെ തന്നെ പറഞ്ഞായിരുന്നു പ്രതിപക്ഷ നേതാവ് കറക്റ്റ് പറഞ്ഞായിരുന്നു. 10-13 1 ഡസൻ മന്ത്രിമാർ തോക്കുന്നു പറഞ്ഞു. അതിൽ കൂടുതൽ തോറ്റു. അയാൾ പറഞ്ഞ കറക്റ്റ് വാക്ക് എന്ന് പറയാ അച്ചട്ട് പോലെ ആയിട്ടുണ്ട്. അപ്പൊ ഈ മത്സരമൊന്നും വേണ്ട. നല്ല രീതിയിൽ ആരായിരുന്നാലും കേരളം നല്ല രീതിയിൽ ഭരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ശരി. സിജി പടന്നയിൽ നിന്നും ആണ് വിളിച്ചത്. ഇനി പാലക്കാട് നിന്നും ഉല്ലാസ് ആണ്. ഉല്ലാസ്, ഒരു 3 പേരുടെ പേരുകളാണ് ഉയരുന്നത്. ഈ മലയാളികളുടെ മനസ്സിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നാണ് ആഗ്രഹം? എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി രമേശ് ചെന്നിത്തലയാണ്. കാരണം അദ്ദേഹം സീനിയറാണ്. പോരാത്തതിന് ഈ ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ സതീശന്റെ ചുറുചുറുപ്പോടുകൂടെ വർക്ക് ചെയ്ത ഒരാളാണ് രമേശ് ചെന്നിത്തല. ഫസ്റ്റ് പ്രയോറിറ്റി മൂപ്പർക്കാണ്. അത് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ കേരളം തിരിച്ചു വരാനുള്ള കാരണം തീർച്ചയായും വി ഡി സതീശന്റെ വർക്ക് തന്നെയാണ്. സെക്കൻഡ് പ്രയോറിറ്റി വി ഡി സതീശനാണ്. പിന്നെ കെ സി വേണുഗോപാല് ഒരിക്കലും യോഗ്യനല്ല എന്ന് ഞാൻ പറയുള്ളൂ ഈ സ്ഥാനത്തേക്ക്.
അദ്ദേഹമാണ് ഇലക്ഷൻ നയിച്ചതെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ പിണറായി 3.0 സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടുണ്ടാവാം. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാലിന് ഹൈക്കമാൻഡുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ട് വരുവാണെങ്കിൽ കൂടുതൽ കേരളത്തിന് നല്ലതാകും എന്നും കൂടി പറഞ്ഞുകൂടെ? ഇല്ല, പറയാൻ പറ്റില്ല. കാരണം VD സതീശനോട് രമേശ് ചെന്നിത്തലയ്ക്കും കേരളത്തിന് ഈ ലാസ്റ്റ് 10 കൊല്ലമായിട്ട് അറിയുന്ന രീതിയിൽ ഒരിക്കലും KC വേണുഗോപാലിനെ അറിയാൻ സാധ്യതയില്ല. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളാണെങ്കിലും AICCയുടെ മൂന്നാമത്തെ ആളാണെങ്കിലും ഇവരും ഒരു യോഗ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല KC വേണുഗോപാൽ. ശരി. ഇനി കൊയിലാണ്ടിയിൽ നിന്നും റഷീദാണ് ചേരുന്നത്. റഷീദ്, എന്തായാലും കൊടുമ്പിരി കൊണ്ട് ഇരിക്കുകയാണ് ചർച്ചകൾ. ഇപ്പോൾ ഇന്ന് 3 നേതാക്കളെയും ഡൽഹിയിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ റഷീദിന് എന്താണ് തോന്നുന്നത്? ഇതിലൊരു തീരുമാനം ഉടൻ ഉണ്ടാകുമോ? ആരാകണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് ആഗ്രഹം? സ്വാതി, തിളക്കമാർന്ന വിജയമാണ് UDFന് രാഷ്ട്രീയ കേരളം നൽകിയിരിക്കുന്നത്. അതിനെ മങ്ങിലേക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, 2016-ലും 2021-ലും പരാജയപ്പെട്ട ഒരു മുന്നണിയെ മുന്നിൽ നിന്ന് നയിച്ച ആളാണ് VD സതീശൻ. VD സതീശൻ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ്. തികഞ്ഞ വിശ്വാസത്തോട് അദ്ദേഹം അത് ഏറ്റെടുത്തു. വളരെ കൃത്യമായും വളരെ നല്ല രീതിയിലും അദ്ദേഹം ആ ഔന്നത്യയെ മുന്നോട്ട് നീക്കി. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം വഹിച്ച പങ്ക് നമ്മളൊക്കെ കാണുന്നതാണല്ലോ. നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, പൊതുരംഗത്ത് അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ, അതേപോലെ തന്നെ ഘടകകക്ഷികളെ ഒക്കെ നല്ല രീതിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു അലോസരവുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങിയ നേതാവാണ് VD സതീശൻ. VD സതീശൻ കുറെ റഷീദ്, പക്ഷേ മറ്റ് പല കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സീനിയോറിറ്റി നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല എത്രയോ വർഷമായിട്ട് പാർട്ടിയിലുണ്ട്. ചെറിയ പ്രായത്തിൽ തൊട്ടേ സംഘടനാ ചുമതലയൊക്കെ വഹിക്കുന്നതാണ്. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹവും ഇത്തരത്തിൽ യോഗ്യൻ തന്നെയല്ലേ? യോഗ്യരല്ല എന്നല്ല പറയുന്നത്. പുതിയ കാലത്ത് കേരളത്തെ നയിക്കാൻ ഒരു വിഷനുള്ള ആളായിരിക്കണം. അദ്ദേഹത്തിന് അതിന് കഴിവുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേതൃത്വം കൊടുക്കുന്ന മുന്നണി 100-ൽ കൂടുതൽ സീറ്റുകൾ നേടി കേരളത്തിൽ അധികാരത്തിൽ വരും. അത് സംഭവിച്ചില്ലേ? അതേപോലെ ഒരു ഡസൻ മന്ത്രിമാർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും. ഒന്നുകിൽ ഒന്ന് കൂടുതൽ, അല്ലെങ്കിൽ ഒന്ന് കുറവ്. ഒന്ന് കൂടുതലായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹം എടുത്ത എല്ലാ ഇടങ്ങളിലും വളരെ കൃത്യതയോടുകൂടി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സംഭവിച്ച് കണ്ടതായിട്ടാണ് കാണുന്നത്. ഇത് മനസ്സിലാക്കണം. കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി കാണാനാണ്. നല്ലൊരു കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ കഴിയുള്ളൂ. രമേശ് ചെന്നിത്തല മോശക്കാരനെന്നല്ല, അതേപോലെ തന്നെ വേണുഗോപാൽ മോശക്കാരനെന്നല്ല ഈ പറയുന്നതിനർത്ഥം. പക്ഷെ ഇപ്പോഴും കേരളത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം ഒരുപാട് കാഴ്ചപ്പാടുകൾ ജനങ്ങളുടെ മുൻപാകെ വെച്ചിട്ടുണ്ട്. ആ കാഴ്ചപ്പാടനുസരിച്ച് കേരളത്തെ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ സാധാരണക്കാരനും റഷീദിന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. ഇനി കുന്നംകുളത്ത് നിന്നും ബേബിയാണ്. ബേബി, ഇത്തരത്തിൽ 3 പേര് ഉയരുന്നു. VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ജനം തെരുവിലേക്ക് ഇറങ്ങുമെന്ന് പറയുന്നു. KC അനുകൂലിച്ച് നിരവധി MLA-മാർ വരുന്നു. സീനിയോറിറ്റി നോക്കുകയാണെങ്കിൽ ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെ എന്ന് പറയുന്നു. ബേബിക്ക് എന്താണ് പറയാനുള്ളത്? VD സതീശനെ മുൻനിർത്തിയിട്ടാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ നടത്തിയിട്ടുള്ളത്. കുന്നോളം ഭാഗത്ത് പറയുന്നൊരു ചടങ്ങുണ്ട്. ചേച്ചീനെ കാണിച്ചിട്ട് അനീത്തിനെ കാണിച്ചിട്ട് ചേച്ചീനെ കെട്ടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി. ആ ഒരു നിലപാടിലേക്ക് പോകരുത്. അത് മാത്രമേ പറയാനുള്ളൂ. ഇനി VD സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുമോ? തീർച്ചയായും. ഇപ്പോ LDF നേരിട്ട ഒരു പ്രതിസന്ധി അടുത്തത് കോൺഗ്രസ് നേരിടേണ്ടി വരും അടുത്ത ഇലക്ഷനിൽ. ഈ KCയും രമേശ് ചെന്നിത്തലയും ഒക്കെ മുഖ്യമന്ത്രി ആകാൻ യോഗ്യരാണ് എന്നാണ് പാർട്ടിയിലുള്ള ആളുകൾ തന്നെ പറയുന്നത്. അവരൊക്കെ മാറി നിൽക്കട്ടെ, മുരളീധരനെ കൊണ്ടുവരട്ടെ. മുരളീധരൻ വരട്ടെ. VD സതീശൻ അല്ലെങ്കിൽ മുരളീധരൻ, അങ്ങനെയാണോ പറയുന്നത്? അതെ. അപ്പം KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ ഉള്ള ഒരു ന്യൂനത എന്താണ്? അവര് ഭരണത്തിലെത്തിയാൽ എന്താണ് ഇതൊക്കെ നടപ്പാക്കില്ലേ? കാര്യങ്ങളൊക്കെ നല്ല ഭരണം ഉണ്ടാകില്ലേ? അല്ല, എല്ലാവരും കഴിവുള്ളവർ തന്നെ. ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കണ്ടേ? 2 ടേം കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ ഒരു ഭരണം വരുന്നത്. ഇതര ജനങ്ങൾ അവരുടെ കഷ്ടപ്പാടും അല്ലെങ്കിൽ ഒരു
ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് ഇപ്പൊ ഇത് എന്താവുമെന്ന് നോക്കിയിരിക്കേണ്ട ഒരു സ്ഥിതിയായില്ലേ? ഓരോ ദിവസവും എത്രയോ ആൾക്കാരാണ് ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നത്. ശരി ശരി ബേബി, ഇനി നമുക്ക് ഉമ്മിണി കുഞ്ഞുമോൻ പാലക്കാട് നിന്നും ചേരുകയാണ്. ഉമ്മിണി, എങ്ങനെയാണ് ഒരു ആര് മുഖ്യമന്ത്രിയാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? സതീശൻ. ഹലോ, സതീശൻ. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഇത്രയും കാലം വരെ ഒരു 5-10 കൊല്ലം വരെ പാർട്ടിയെ നയിച്ച ആളാണ് വി.ഡി. സതീശൻ. ഒന്ന്. രണ്ടാമത്തത് കെ.സി. വേണുഗോപാൽ നല്ല നേതാവാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഓരോ ആൾക്കാരും പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവർക്ക് ഒരു അവസരം കിട്ടുന്ന സമയത്ത് അതിന് നിഷേധിക്കുക പറയുമ്പോൾ പാർട്ടിക്ക് ഏറ്റവും വലിയ ക്ഷീണമാണ് ഇത് പറ്റുന്നത്. ഈ ഹൈക്കമാൻഡ് ആണെങ്കിലും ശരി, ഏത് നേതാക്കന്മാരാണെങ്കിലും ശരി, പാർലമെന്റ് മുതൽ പഞ്ചായത്ത് വരെ ഈ എടുക്കുന്ന തീരുമാനം പാർട്ടിക്ക് ഏറ്റവും ദോഷം ചെയ്യുന്ന പരിപാടികളാണ് ഈ ചെയ്യുന്നത്. അതുകൊണ്ട് വി.ഡി. സതീശന് തന്നെ ചാൻസ് കൊടുക്കണം. പിന്നീടാണ് പറഞ്ഞാൽ 2 ഉപതെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. ഒരു MLA വെറുതെ ഇതാക്കാൻ പോവുകയാണ്. ഒരു MLA അവന്റെ സ്ഥാനം തന്നെ നഷ്ടപ്പെടുത്താൻ പോവുകയാണ്. പിന്നെ അവർ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം പറഞ്ഞാൽ ജനങ്ങളുടെ വികാരം തിരിച്ചു വന്നു കഴിഞ്ഞാൽ തീർച്ചയായും പാർട്ടിക്ക് നല്ലൊരു ക്ഷീണമാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വെറുതെ ആവശ്യമില്ലാത്ത ഇതിന് നിൽക്കാണ്ട് ഹൈക്കമാൻഡാണ് ശരി, കേരളത്തിന്റെ നേതാക്കന്മാരും ശരി, ഡൽഹി നേതാക്കന്മാരും ശരി, അത് പാർട്ടിയോടും ജനങ്ങളുടെ ഒപ്പം നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി ഉമ്മിനിയുടെ അഭിപ്രായം അത്തരത്തിൽ വി.ഡി. സതീശൻ വരണമെന്നാണ്. ഇനി കൊല്ലത്ത് നിന്നും അഭിരാമിയാണ് ചേരുന്നത്. നമുക്ക് ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ വിളിക്കുന്നത്, സ്ത്രീ ശബ്ദം നമ്മൾ കോളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അഭിരാമിയുടെ ആഗ്രഹം ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ്? എന്റെ അഭിപ്രായം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്നാണ്. കാരണം നിലവിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല. മാത്രമല്ല ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവ് നിലവിൽ കോൺഗ്രസിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന് കഴിവ് തെളിയിച്ച വ്യക്തിയാണ് അദ്ദേഹം. അപ്പം പാർട്ടിയെ ഒന്നിച്ച് കൊണ്ടുപോയി നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എത്തിക്കഴിഞ്ഞാൽ അടുത്ത 5 വർഷം നല്ല രീതിയിൽ പാർട്ടിയെ നയിക്കാനും സംസ്ഥാനത്തെ നയിക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ശരി അഭിരാമി. മലപ്പുറത്ത് നിന്നും ഇനി പ്രസാദ് ചേരുകയാണ്. പ്രസാദിന് ഈ പറഞ്ഞതുപോലെ ഈ 3 പേരിൽ ഒരു പേര് തിരഞ്ഞെടുക്കാൻ പറയുകയാണെങ്കിൽ ആരുടെ പേരാകും തിരഞ്ഞെടുക്കുക? അല്ല, ഈ 3 പേരും അതിന് യോഗ്യതയുള്ള ആളുകളല്ല 3 ആളും. അപ്പൊ പിന്നെ വേറെ ആരാണ്? അവര് കോൺഗ്രസിൽ കേരളം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭരിക്കാൻ പറ്റുന്ന ആരും കോൺഗ്രസിലില്ല. ആരുമില്ല കോൺഗ്രസിൽ ആരും ഭരിക്കാൻ പറ്റിയ ആരുമില്ല. ഭരിക്കാൻ പറ്റിയ മുഖ്യമന്ത്രി ആവാൻ പറ്റിയ ഒരാളും കോൺഗ്രസ്. അപ്പൊ നമുക്കൊരു മുഖ്യമന്ത്രിയെ വേണ്ടേ? അപ്പോ ആരാവണം മുഖ്യമന്ത്രി? അല്ല, അത് ഇങ്ങനെ മത്സരിച്ച് വീണ്ടും അത് പിണറായിയിൽ തന്നെ എത്തും. വീണ്ടും പിണറായിയിലെത്തും എന്നാണ് പറയുന്നത്. വീണ്ടും പിണറായിയിലെത്തും. അതെ, വലിയ തോൽവിയാണ് LDF നേരിട്ടത്. എന്നാൽ അതിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പിണറായി തന്നെ എത്തണം എന്നുള്ളതാണ്. ഇപ്പോ ഇന്നൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും റിസൾട്ട്. എന്താണ് കോൺഗ്രസ് എന്ന് എല്ലാവരും ഇപ്പോൾ മനസ്സിലാക്കി. UDF എന്താണ്, കോൺഗ്രസ് എന്താണെന്ന്. എന്തായാലും ഇപ്പോൾ ഈ 3 പേരാണല്ലോ ഉയർന്നത്. ഇതിലൊരാളെ ഒന്ന് തെരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ആരെ തെരഞ്ഞെടുക്കും? ഇതിൽ 3 ആളും എന്തായാലും സതീശൻ എന്തായാലും യോഗ്യത ഉള്ള ഒരാളല്ല. വാക്കുകൾ മാറ്റി പറഞ്ഞും നുണ പറഞ്ഞും ഒരു വെറും നുണ മാത്രമാണ് അയാളെ കയ്യിലുള്ളത്. ഒരു സ്റ്റേറ്റ് ഭരിക്കാനെന്നുള്ള യോഗ്യത അയാൾക്കില്ല. ശരി കോൺഗ്രസിൽ ആരും ഭരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണ് എന്തായാലും പറയുന്നത് പ്രസാദ്. ഇനി എന്തായാലും പുഷ്പ ജോയി കട്ടപ്പനയിൽ നിന്നും ചേരുന്നുണ്ട്. പുഷ്പ, ഇതിലാര് മുഖ്യമന്ത്രിയാകണം? 3 പേരിൽ ഒരാളെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ആരെ തെരഞ്ഞെടുക്കും? വി.ഡി. സതീശൻ. എന്തുകൊണ്ടാ? വി.ഡി. സതീശൻ ഈ LDF 3 ടേമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനങ്ങളെ ക്രോഡീകരിച്ച് കൊണ്ടുവന്ന് ഇത്രയും വൻ വിജയം നേടിയെടുത്ത് ജനങ്ങളുടെ മനസ്സിൽ ആത്മധൈര്യം കൊടുത്ത് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് മുന്നേറാനായിട്ട് ഒരു പ്രചോദനം നൽകി എല്ലാവരെയും ഒറ്റക്കെട്ടായിട്ട് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനുള്ള കഴിവുള്ള ഒരു ധീരനായ നേതാവെന്ന നിലയിൽ വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം. അതിനായിട്ടാണ് ഞങ്ങൾ കട്ടപ്പനക്കാരെല്ലാവരും വി.ഡി. സതീശന് വേണ്ടി UDFൽ വോട്ട് ചെയ്തത്, റോയി കെ പൗലോസിനെ വിജയിപ്പിച്ചതും. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് നല്ല സീനിയോറിറ്റി ഉണ്ട്, അതുപോലെ ഒരുപാട് നേതൃപദവികളൊക്കെ മന്ത്രിയായിട്ടൊക്കെ ഇരുന്നതാണ്. വി.ഡി. സതീശന് മന്ത്രി പോലും ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ചാൻസ് കൊടുക്കാവുന്നതല്ലേ? അല്ല, അത് ശരിയാണ്. എങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിൽ ആദ്യമേ മുഖ്യമന്ത്രി ആയപ്പോൾ മുൻപരിചയം ഒന്നുമില്ലാത്ത വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ഥാനത്ത് നിന്ന് കഴിയുമ്പോൾ അതിന് പ്രവർത്തിക്കുവാനുള്ള കഴിവും ചാരിതാർത്ഥ്യവും
മനം ധൈര്യവും എല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ സ്വമേധയെ നമ്മുടെ വർക്ക് പഠിക്കുകയും മറ്റുള്ളവരെ കൂട്ടിച്ചേർത്ത് ശരി നിർത്തുകയും പുഷ്പ, ഇനി കണ്ണൂരിൽ നിന്നും ജംഷീർ കൂടിയുണ്ട്. ജംഷീർ, എന്തായാലും ഈ കണ്ണൂരിലെ ഇടതുകോട്ടകൾ പലതും ഇളകി UDF-ന് അനുകൂലമായി ഒക്കെ വരികയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ ഒരു സമയത്ത് കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നതുകൊണ്ടായതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ആര് മുഖ്യമന്ത്രി ആകണം എന്നാണ് താങ്കളുടെ ആഗ്രഹം? VD സതീശൻ. എന്തുകൊണ്ടാ? കാരണം വെച്ചാൽ നിങ്ങളിപ്പോ ചാനലിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ശമ്പളം കിട്ടുമല്ലോ, അത് നിങ്ങളെ കുടുംബക്കാർക്ക് കൊടുത്താൽ നിങ്ങളെ വീട്ടിലേക്ക് എത്തും. പക്ഷെ നേരിട്ട് തരുന്നതല്ല അതിനൊരു നല്ലത്. മനസ്സിലായില്ല, ഒന്നുകൂടി പറയുമോ? ഇപ്പോൾ ഈ പിന്നെ 3 പേരും ഇതിൽ നല്ല ഉത്തമമാണ്. പക്ഷെ സതീശനാണ് ഏറ്റവും കൂടുതൽ ഇതിൽ മുൻകൈ എടുത്ത് ഇതായത്. അതാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. അതുകൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രി ആകണം എന്നാണ് പറയുന്നത്. ശരി ശരി, ഇനി കോഴിക്കോട് നിന്നും അരുൺ. ശരി, ഓക്കെ. കോഴിക്കോട് നിന്നും അരുണാണ്. നമുക്ക് വേഗം ആളുകളിലേക്ക് പോകണം. അരുൺ, താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായത്തിൽ VD സതീശനാണ്. എന്തുകൊണ്ടാ? ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് ഓരോന്നും പിന്നെ പറയുന്ന നേതാവ്, അടിത്തട്ടിൽ നിന്ന് പറയുന്ന നേതാവ് വേറെ ഉണ്ടായിട്ടില്ല ഇതുവരെ കേരളത്തിൽ. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നേതാവാണ് ഇപ്പം VD സതീശൻ. തൃക്കാക്കര മുതൽ ഇപ്പം ഇതുവരെ നടന്ന എല്ലാ ഇലക്ഷനിലും VD സതീശൻ പറഞ്ഞത് എത്രയും നല്ലൊരു അക്യുറേറ്റ് ആയിട്ടുള്ള ഫലമാണ് VD സതീശൻ പറഞ്ഞത്. അതുകൊണ്ട് എന്തുകൊണ്ടും മുഖ്യമന്ത്രിയായ യോഗ്യൻ VD സതീശനാണ്. ശരി, ഇനി പാലക്കാട് നിന്നും സത്താറാണ്. സത്താറിലേക്കാണ്. സത്താർ, ഇപ്പോൾ പറഞ്ഞതുപോലെ VD സതീശന്റെ പേരാണ് കൂടുതലായിട്ടും ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ രമേശ് ചെന്നിത്തലയെയും KC വേണുഗോപാലിനെയും അനുകൂലിക്കുന്ന MLA-മാരാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ പൊതുജനം, സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ സത്താറിന്റെ ഒരു അഭിപ്രായം ഏത് രീതിയിലാണ്? ഈ MLA-മാരിനെ ഇവിടുന്ന് ജയിപ്പിച്ച് വിടുന്നത് സാധാരണ പാർട്ടി പ്രവർത്തകരും UDF പ്രവർത്തകരാണ്. അവർ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ തോന്നിവാസം കാട്ടാനല്ല ഇവിടെ പോണത്. കാരണം ഇവിടെ UDF-ന് വേണ്ടിയിട്ട് ഈ 5 കൊല്ലം അഫ്ഗാൻ പരിശ്രമം ചെയ്തതാണ് VD സതീശനാണ്. രമേശ് ചെന്നിത്തല നല്ല നേതാവൊക്കെ തന്നെ, പക്ഷെ അവർ പലതുകൊണ്ടും ഈ സംഘടനയിൽ നല്ല നിലയ്ക്കൊക്കെ നിന്നുണ്ട്. പക്ഷെ അതിന് മുമ്പത്തെ 5 കൊല്ലം അദ്ദേഹത്തിനെ കൊണ്ട് ഈ തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല. അതേമാതിരി KC വേണുഗോപാലായിട്ട് ഡൽഹിയിൽ ഇപ്പോ രാഹുൽ ഗാന്ധിന്റെ റൈറ്റ് ഹാൻഡായി നിൽക്കുകയാണ്. ഡൽഹിയിൽ ആ കാര്യങ്ങൾ നോക്കി, അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താനല്ലാതെ സംഘടനാ സമ്മേളനമുള്ള കാര്യങ്ങൾ നോക്കി നടക്കാനല്ലാതെ ഇവിടെ ജയിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ സ്ഥാനത്ത് വരുന്നത് ഒരു മര്യാദ. ശരി സത്താർ, ഇനി ഹനീഫ മാസ്റ്റർ മലപ്പുറത്ത് നിന്നും ചേരുന്നുണ്ട്. ഹനീഫ മാസ്റ്റർ, താങ്കൾക്ക് ഈ 3 പേരിൽ ആര് മുഖ്യമന്ത്രി ആയാൽ കേരളത്തിൽ നല്ല ഭരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ? നമ്മളിപ്പോ നിങ്ങൾ പറയുന്ന 3 പേരെന്ന് പറഞ്ഞാല് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. KC വേണുഗോപാൽ. അതില് VD സതീശൻ തന്നെയാണല്ലോ ലൈവ് ഇപ്പോൾ ഉള്ളത്. VD സതീശൻ സാറ് തന്നെയാണ് നിൽക്കണം. ഞാൻ ആ പാർട്ടിക്കാരനൊന്നുമല്ല. എന്നാലും ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ലൈവായിട്ട് ഈ ഇത്രയും ജനങ്ങളെ ധൈര്യം കൊടുത്ത് എല്ലാ വോട്ടറും, നിഷ്പക്ഷമതികളായ വോട്ടർമാരെ വരെ, ഈവൻ എന്നെ വരെ സ്വാധീനിച്ചു കൊടുത്തത് VD സതീശനാണ്. ഹലോ, VD സതീശനാണ്.